ശ്രീ ബിനോയ് വിശ്വൻ സാറിനെ ഏറെ ആദരവോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. ഈ പുസ്തകം ഇവിടെ സ്വീകരിക്കുന്നത് ഒരുപാട് നല്ല നല്ല കഥകൾ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള യാത്രാ വിവരണങ്ങൾ എഴുതിയിട്ടുള്ള ശ്രീമതി YS സാജിദയാണ്. സാജിദയെ ഏറെ സ്നേഹത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പുസ്തക പരിചയം എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും മനസ്സിലേക്ക് ആദ്യം എത്തുന്ന ഒരു പേര് ദീപ ചെറിയിലാണ്. അത്രയേറെ കൃത്യതയോടുകൂടി, സമയനിഷ്ഠതയോടുകൂടി, സൂക്ഷ്മതയോടുകൂടി ഓരോ പുസ്തകത്തെയും വായിച്ച് ആ പുസ്തകം വായിക്കാനുള്ള ത്വര വായനക്കാരിലേക്ക്, പ്രേക്ഷകരിലേക്ക് ജനിപ്പിക്കുന്ന പ്രിയപ്പെട്ട പ്രഭാഷക ശ്രീമതി ദീപ ചെറിയിലാണ്. ദീപയെ ഒരുപാട് ഇഷ്ടത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു പുസ്തക പരിചയത്തിനായി. ലായം കുതിര പ്രമേയമായിട്ടുള്ള ഈ നോവലിന്റെ രചയിതാവ് ശ്രീമതി സബീന എം സാലിയെ ഏറെ സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒട്ടേറെ വർഷത്തെ ആഴവും പരപ്പുമുള്ള സൗഹൃദമാണ് ഞാനും സബീന എം സാലിയുമായിട്ട്. സബീന ഏറെ സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇവിടെ ആശംസകൾ അർപ്പിക്കാൻ വേണ്ടി ബഷീർ തിക്കോടി, ഷാജി ഹനീഫ്, പ്രവീൺ പാലക്കീൽ, സിദ്ദിഖ് അരോമ, ഗീതാ മോഹൻ എന്നിങ്ങനെ ഒട്ടേറെ പേരെത്തിയിട്ടുണ്ട്. എല്ലാവരെയും അതിലപ്പുറം ഈ പ്രകാശന ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ള, സൗദി അറേബ്യയിൽ നിന്ന് വന്നിട്ടുള്ള എഴുത്തുകാരിയെ കാണാനും കേൾക്കാനുമായിട്ട് ഇവിടെ എത്തിയിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പറഞ്ഞുകൊണ്ട് പുസ്തക പരിചയത്തിനായി ശ്രീമതി ദീപ ചെറിയിലിനെ ക്ഷണിക്കുന്നു. സബീന എം സാലിയുടെ ലായം എന്ന കൃതിയുടെ പ്രകാശന കർമ്മമാണ് ഇവിടെ നടക്കുന്നത്. നോവൽ എന്നാൽ നൈരന്ത്രികമായ സംഭവ പരമ്പരകളുടെ അനുയോജ്യമായ കൂട്ടിച്ചേർക്കലാണ് നോവൽ എന്നത്. എഴുത്തുകാരന്റെ മനസ്സിലേക്ക് ക്രമരഹിതമായി കടന്നു വരുന്ന ചിന്തകളെ ഓരോന്നിനെയും അടുക്കും ചിട്ടയോടുകൂടെ എപ്പോൾ എന്ത് എങ്ങനെ അടക്കി വെക്കണം എന്നതാണ് ഒരു നോവലിസ്റ്റ് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് എനിക്ക് തോന്നുന്നു. ഈ പ്രവൃത്തിയിൽ സബീന വളരെയധികം വിജയം കണ്ടു എന്ന് തന്നെ വേണം പറയാനായി. മലയാള നോവൽ സാഹിത്യ ചരിത്ര രംഗത്ത് തന്റേതായ ഒരിടം ലായം എന്ന നോവൽ കണ്ടെത്തുമെന്നതിൽ യാതൊരു തർക്കവുമില്ല. തുമാമ എന്ന മരുഭൂമിയുടെ പശ്ചാത്തലത്തിലാണ് ഈ നോവൽ തുടങ്ങുന്നത്. സൗദിയെ കുറിച്ച് ആലോചിക്കുമ്പോഴൊക്കെ വരണ്ട മണൽക്കാടുകളും ഒട്ടകങ്ങളെയും ഈന്തപ്പനകളെയും മാത്രം നമ്മുടെ മനസ്സിലേക്ക് കടന്നു വന്നിരുന്ന ഒരു കാലത്തിൽ നിന്ന് വ്യത്യസ്തമായി മരുഭൂമിയുടെ വന്യമായ സൗന്ദര്യത്തെക്കുറിച്ചും ആലിപ്പഴ വർഷങ്ങളെക്കുറിച്ചും തുമാമയുടെ ഏറ്റവും സാമ്പത്തികവും സാംസ്കാരികവും ചരിത്രപരവുമായ ഭൂമിശാസ്ത്രപരവുമായ വസ്തുതകളെ കുറിച്ചുമൊക്കെ വളരെ വിശദമായി തന്നെ തന്റെ കൃതിയിൽ വിവരിക്കുന്നതിൽ സബീന കാണിച്ച മിടുക്ക് എടുത്തു പറയേണ്ടതാണ്. നല്ലൊരു ഒബ്സർവറാണ്, നല്ലൊരു നിരീക്ഷകയാണ് സബീന എന്ന് ലായം എന്ന കൃതിയിലൂടെ വീണ്ടും നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന ഒന്നാണ്. ഫ്ലാഷ് ബാക്കുകൾ എങ്ങനെ ഉപയോഗിക്കണം എന്നത് ഒരു സംവിധായകന്റെ മിടുക്കാണ്. എഴുത്തിലാണ് എങ്കിൽ എഴുത്തുകാരിയുടെ മിടുക്കാണ്. ഫ്ലാഷ് ബാക്കുകളിലൂടെ കഥ പറഞ്ഞു പോവുക എന്നത് അത്ര നിസ്സാരപ്പെട്ട ഒരു ജോലിയുമല്ല. ഓർമ്മ നഷ്ടപ്പെട്ട നായകനെ തന്റെ പ്രായത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ കടന്നു വരുന്ന ഓർമ്മകളിലൂടെ ഒരു കഥയെ മുന്നിലേക്ക് നയിക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. എവിടെയെങ്കിലും എഴുത്തുകാരനെ പിഴച്ചു പോയാൽ കഥയുടെ കഥാതന്തു നമ്മുടെ മനസ്സിൽ നിന്നും വിട്ടുപോകും എന്നുള്ളതാണ് വാസ്തവം. അവിടെയൊന്നും അല്പം പോലും പതരാതെ ഓരോ കഥാപാത്രങ്ങളെയും വ്യക്തമായി അടുക്കും ചിട്ടയോടും കൂടെ നിയന്ത്രിച്ചു കൊണ്ടുപോകുന്ന സബീനയുടെ രചനാ പാടവത്തെ ഞാൻ വീണ്ടും വീണ്ടും പ്രശംസിക്കുന്നു. പ്രധാന കഥ പറഞ്ഞു പോകുന്നതോടൊപ്പം തന്നെ ഓരോ കഥാപാത്രങ്ങൾക്കും പ്രത്യേകമായ ഓരോരോ കഥാപരിസരം ഉണ്ടാക്കി കൊടുക്കുന്നതിൽ അവർ കാണിച്ച മിടുക്ക് നമുക്ക് ഒരിക്കലും മാറ്റിവെക്കാനാവില്ല. അതിലുള്ള ഓരോ കഥാപാത്രങ്ങളും സിസ്റ്റർ ജോഹാൻ തുടങ്ങിയിട്ടുള്ള ഓരോ കഥാപാത്രങ്ങളുടെയും കഥാപരിസരങ്ങൾ പ്രത്യേകമാക്കി എടുത്താൽ ഓരോ കഥയായി നമുക്ക് വീണ്ടും കണ്ടെത്താൻ കഴിയും. കഥകൾ ഓരോരുത്തരുടെയും ഇഷ്ടപ്പെട്ട വിഷയം തന്നെയായിരിക്കാം. നോവൽ നമുക്ക് അതിലേറെ ഇഷ്ടമാണ്. പക്ഷേ അടുക്കും ചിട്ടയോടും കൂടെ ഒരു നോവലിനെ എഴുതുക എന്നത് എഴുത്തുകാരുടെ മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളിയുമാണ്. കടൽ തീരത്തിന്റെ വന്യമായ സൗന്ദര്യം പോലെ തന്നെ മണൽക്കാടുകളുടെ വന്യമായ സൗന്ദര്യവും
അതിലേറെ കുതിരകളുടെ വന്യതയെയും കുറിച്ച് തന്റെ കഥയിൽ ഉടനീളം സബീന പറയുന്നുണ്ട്. ആരാണ് എന്റെ സർഗശക്തിയെ അടക്കാൻ വരുന്നത്? ആർക്കാണ് എന്റെ സർഗശക്തിയുടെ കുതിരയെ തടുക്കാൻ സാധിക്കുക എന്ന വയലാറിന്റെ അശ്വമേധം എന്ന കവിതയിൽ അവസാനിക്കുന്ന ഈ നോവൽ നമുക്ക് വായിക്കാൻ ഒരുപാട് കാര്യങ്ങൾ മുന്നിലേക്ക് വെക്കുന്നുണ്ട്. കുതിര നമ്മുടെ ദൈവത്തിന്റെ വരദാനമാണെന്നും കുതിര ശക്തിയുടെ പര്യായമാണെന്നും കാമത്തിന്റെ പ്രതീകമാണെന്നും ഒക്കെയുള്ള നിരവധി ഉപമകൾ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും ഇതിലുള്ള കുതിര ഇവയൊക്കെ ചേർന്ന ഒരു പ്രത്യേക ജംസിൽപ്പെട്ടതാണ് എന്നതാണ്. കുതിരയും മനുഷ്യനും തമ്മിലുള്ള ആത്മബന്ധത്തിന്റെ ഒരു കഥയാണ്. മരുഭൂമിയും മനുഷ്യനും തമ്മിലുള്ള ആത്മബന്ധത്തിന്റെ കഥയാണ്. മനുഷ്യർ പരസ്പരം നൽകുന്ന സ്നേഹത്തിന്റെ കഥയാണ്. ഇവയൊക്കെ ചേർന്നതാണ് സബീന എം സാലിയുടെ ലായം എന്ന നോവൽ. എല്ലാവരും ഈ കൃതി വായിക്കണമെന്നും സബീനയ്ക്ക് ഇനിയും കൂടുതൽ എഴുതാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. വളരെ നന്ദി ശ്രീമതി ദീപ ചെറിയൽ. കുതിര പ്രമേയമായിട്ടുള്ള ലായം എന്ന പുസ്തകത്തെ കുറിച്ച് വളരെ ചുരുങ്ങിയ വാക്കുകൾ കൊണ്ട് വളരെ വിശദമായിട്ട് തന്നെ ശ്രീമതി ദീപ ചെറിയൽ നമ്മളോട് പറഞ്ഞു കഴിഞ്ഞു. ഇനി പുസ്തകത്തിന്റെ പ്രകാശന ചടങ്ങിലേക്ക് കിടക്കാം. ബഹുമാനപ്പെട്ട രാജ്യസഭാംഗം ശ്രീ ബിനോയ് വിശ്വമാണ് പുസ്തകം പ്രകാശനം ചെയ്യുന്നത്. ബിനോയ് വിശ്വം വൈ.എ. സാജിദയ്ക്ക് നൽകിക്കൊണ്ട് സ്നേഹപൂർവ്വം ആദരപൂർവ്വം എല്ലാവരെയും ക്ഷണിക്കുന്നു. ബഷീർ തിക്കോടി, ഷാജി ഹനീഫ്, പ്രവീൺ പാലക്കിൽ, സിദ്ദിഖ് അരോമ, ഗീത മോഹൻ എന്നിവരെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. ശ്രീ ബിനോയ് വിശ്വത്തിന്റെ വാക്കുകളിലേക്ക്. അത്രയും പ്രിയപ്പെട്ടവർക്ക് ഇവിടെ നിന്ന് മുഴുവൻ സമയവും ഞാൻ ചിന്തിച്ച കാര്യം എന്താണ് പറയേണ്ടതെന്ന്. സബീനയെ ഏറെ വർഷമായിട്ട് എനിക്കറിയാം, നല്ലവണ്ണം അറിയാം. സബീനയുടെ കുടുംബത്തെ അറിയാം, എഴുത്തുകളെ പറ്റി അറിയാം, സബീന എന്ന മനുഷ്യ സ്ത്രീകളുടെ നന്മകൾ അറിയാം. അതെല്ലാം കൊണ്ട് തന്നെ എനിക്ക് പറയാൻ വാക്കുകളുമില്ല. അതൊരു വല്ലാത്ത അവസ്ഥാവിശേഷമാണ്. അങ്ങനെ ഒന്നും എനിക്കുണ്ടെന്ന് ഞാൻ മറച്ചു വയ്ക്കുന്നില്ല. ഇപ്പം സബീനയുടെ അച്ഛനെ പറ്റി തന്നെയാണ് എനിക്ക് ആദ്യം പറയേണ്ടത്. സബീനയുടെ പിതാവ് ഇന്നില്ല. 2 കൊല്ലം മുമ്പ് മരിച്ചുപോയ ആ അച്ഛൻ അത്രയും നന്മ നിറഞ്ഞ മനുഷ്യനായിരുന്നു. പൂർണ്ണമായും തൻ്റെ ജീവിതം മതത്തിൻ്റെ അനുഷ്ഠാനത്തിൻ്റെ ആരാധനയുടെ അതിൻ്റെ എല്ലാം അപ്പുറത്ത് മനുഷ്യസ്നേഹത്തിൻ്റെ ലക്ഷ്യങ്ങൾക്കായി മാറ്റിവെച്ച മനുഷ്യൻ. അത് വീട് വിട്ടാൽ പള്ളി, പള്ളി വിട്ടാൽ വീട്, പിന്നെ മക്കളുടെ കാര്യം, പിന്നെ അല്പം പൊതുക്കാര്യം. അങ്ങനെ ജീവിച്ചൊരു വലിയ മനുഷ്യനാണ്. പദവി കൊണ്ടല്ല, നന്മ കൊണ്ട്. ആ അച്ഛൻ്റെ 4 മക്കൾ. ആ 4 മക്കളിൽ ഒരു മകളാണ് സബീന. എനിക്ക് അവരെല്ലാവരെയും അറിയാം, ഉമ്മയെ അറിയാം. ആ പിതാവിൻ്റെ മകൾ എഴുത്തിൻ്റെ ലോകത്തിൽ ദിഗ്വിജയത്തിനായി തൻ സംഘശക്തിയുടെ കുതിരയെ ഇപ്പോൾ ഇവിടെ വെച്ച് കെട്ടഴിച്ചു വിടുകയാണ്. ഈ കുതിര ഈ രൂപത്തിൽ ആദ്യമായിട്ടാണ് അതിൻ്റെ അശ്വമേധം ആരംഭിക്കുന്നതെങ്കിലും സബീന ആദ്യമായിട്ടല്ല ഈ സർഗലോകത്തിൽ തൻ്റെ സിദ്ധിയും സാധനയും ശേഷിയും തെളിയിച്ചത്. ഒരുപാട് പ്രത്യേകതയുള്ള എഴുത്തുകാരിയായിട്ട് നമ്മളെല്ലാം സബീനയെ അറിയും. സബീന എഴുതുന്ന പല വിഷയങ്ങളും നമുക്കെല്ലാം സബീനയ്ക്ക് പോലും ചിലപ്പോൾ ഒരുപാട് പരിചിതമായ ഒരു മേഖലയിലെ കാര്യങ്ങളല്ല. സ്വന്തം നാടിനെപ്പറ്റി, സ്വന്തം നാട്ടിലെ വീടിനെ, പുഴയെപ്പറ്റി, കാടിനെപ്പറ്റി, മനുഷ്യരെപ്പറ്റിയൊക്കെ എഴുതാൻ നമുക്ക് വലിയ ഗവേഷണം വേണം. സബീന പലപ്പോഴും കൈവയ്ക്കുന്നത് വിദൂരങ്ങളായ സ്ഥലങ്ങളിലെ കാര്യങ്ങളാണ്. നമുക്കത്ര അധികം അറിയാത്ത ജീവിതങ്ങളെ പറ്റിയാണ്.
ആ കാര്യങ്ങളെപ്പറ്റി എല്ലാം പറയാൻ ശ്രമിക്കുമ്പോൾ ഒരുപാട് പഠനങ്ങൾ വേണ്ടി വരും, ഗവേഷണം വേണ്ടി വരും. സ്വന്തം തൊഴിലിൻ്റെ കൂടെ ഒരുപാട് നേരം മാറ്റിവെച്ചാലേ അത്തരമൊരു വിവരശേഖരണം പോലും സാധ്യമാകുമെന്നാണ് എൻ്റെ ബോധ്യം. അങ്ങനെയാണെങ്കിൽ വളരെയേറെ അർപ്പണബോധം കാണിച്ചുകൊണ്ട് ഒരുപാട് നേരം മാറ്റിവെച്ച് താൻ കൈവയ്ക്കാൻ പോകുന്ന മേഖലയെപ്പറ്റി പഠിച്ച് ആ മേഖലയുടെ ജീവിതത്തെ, പ്രശ്നങ്ങളെ, കാലാവസ്ഥയെ, മനുഷ്യരുടെ യുദ്ധത്തിൻ്റെ, സമാധാനത്തിൻ്റെ, ചോരയുടെ, കണ്ണീരിൻ്റെ എല്ലാ കഥ പറയാനാണ് സഭയെ നശിപ്പിച്ചു പോന്നിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ വെള്ളിയോടം പറഞ്ഞ മാതിരി കുതിര എന്നൊരു പുതിയ കേന്ദ്ര കഥാപാത്രപ്പെടുത്തിക്കൊണ്ടാണ് ലായം എന്ന ഈ നോവലിൻ്റെ ആരും ഞാൻ വായിച്ചിട്ടില്ല, എനിക്കറിയില്ല. ലായം ഞാൻ കണ്ടിട്ടുണ്ട്, കുതിരകളെയും നമുക്കറിയാം. സബീന ഈ ലായത്തിൽ നിന്നും തുറന്നുപെടാൻ പോകുന്ന കുതിരയുടെ ശക്തിയെപ്പറ്റി എനിക്ക് ഊഹിക്കാൻ പറ്റും. നല്ല അർത്ഥമുള്ള പ്രകമ്പനം കൊള്ളിക്കുന്ന കുളമ്പടി നാദവുമായി മലയാളത്തിൻ്റെ ആസ്വാദക ലോകത്ത് ഈ കുതിരയ്ക്ക് ശക്തിയോടുകൂടെ സഞ്ചരിക്കാനാകട്ടെ. ഒരുപാട് പേർ കുഞ്ചിരോമങ്ങൾ തുള്ളിച്ച് മുന്നോട്ട് പായുന്ന ഈ കുതിരയെ ശ്രദ്ധിക്കട്ടെ, കാണട്ടെ, അറിയട്ടെ, ആ കുതിരയെ വിമർശിക്കട്ടെ, ഉൾക്കൊള്ളട്ടെ എന്നാണ് എനിക്ക് ആശംസിക്കാനുള്ളത്. എഴുത്തിൻ്റെ ലോകത്ത് ഞാൻ സബീനയ്ക്ക് എല്ലാ വിജയങ്ങളും നേരുന്നു. വളരെ പ്രിയപ്പെട്ട സബീനയ്ക്ക് ഇനിയും പുതിയ പുതിയ മേഖലകൾ അപ്രാപ്യമാണെന്ന് ഞാൻ ചിന്തിക്കുന്ന, നമ്മളെ പലരും ചിന്തിക്കുന്ന പല മേഖലകളും തനിക്ക് പ്രാപ്യമാണെന്ന് തെളിയിക്കാൻ കഴിയുമ്പോഴാണ് എഴുത്തുകാരനും എഴുത്തുകാരിയും സിദ്ധിയുടെ കാര്യത്തിൽ ഡോക്ടറേറ്റ് ഒക്കെ നേടുന്നത്. അങ്ങനെയാണെങ്കിൽ ഗ്രാജുവേഷൻ കഴിഞ്ഞ ആളാണ് സബീന, PG കഴിഞ്ഞ ആളാണ്. ഇപ്പം സബീനന് ചെയ്യേണ്ടത് ഡോക്ടറേറ്റാണ്. അതുകൊണ്ട് മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ എല്ലാം മേഖലകളിൽ വ്യാപരിക്കുന്ന ഏറ്റവും ശേഷിയുള്ള സർഗവാസ എഴുത്തുകാരിക്ക് അവരുടെ എഴുത്തിൻ്റെ ലോകത്തിലെ ഡോക്ടറേറ്റ് നേടാൻ വേണ്ടിയുള്ള പുതിയ സാധനങ്ങൾക്കുള്ള ആരംഭമായിട്ട്, തുടക്കമായി ഞാൻ ഇതിനെ കാണുന്നു. ഞാൻ എല്ലാ വിജയങ്ങളും നേരുന്നു. എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. നോവൽ എങ്ങനെയാണ് കവിതയാകുന്നതെന്നും കവിത എങ്ങനെയാണ് കഥയാകുന്നതെന്നും അറിയണമെങ്കിൽ നമ്മൾ സബീനയുടെ രചനകളെ വായിക്കണം. ശ്രീമതി YS സാജിദ നമ്മളോട് സംസാരിക്കും. എല്ലാവർക്കും നമസ്കാരം. വേദിയിലെയും സദസ്സിലെയും എല്ലാവർക്കും നമസ്കാരം. സബീനയുടെ പുതിയ നോവലായ ലായം, അത് കുതിര എന്ന ഒരു മൃഗത്തിൻ്റെ പ്രധാന കഥാപാത്രമായി അല്ലെങ്കിൽ പ്രമേയമായി എഴുതപ്പെട്ടിട്ടുള്ള ഒരു നോവലാണ്. നേരത്തെ വെള്ളിയോടൻ ഇവിടെ പറഞ്ഞു, അങ്ങനെ ഒരു നോവൽ ഒരു പക്ഷേ കുതിര പ്രമേയമായ ഒരു നോവൽ മലയാളത്തിൽ നോവലോ കഥകളോ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് സംശയമാണെന്നുള്ളത്. കുതിര സത്യം പറഞ്ഞ ഒരു ശക്തി പ്രതീകമാണ്. അതൊരു പക്ഷേ ഇതിഹാസങ്ങളിലും പുരാണങ്ങളിലും ഏത് മതവിഭാഗങ്ങൾ എടുത്തു നോക്കിയാലും കുതിരയ്ക്ക് ഒരു പ്രധാന റോള് കാണാം. നമ്മൾ എന്ത് പറയുമ്പോഴും കുതിരശക്തി എന്ന് പറയുമ്പോൾ അത് ആ ഒരു മൃഗം അത്രയ്ക്ക് വാല്യൂ ഉള്ള ഒരു മൃഗമാണ്. മനുഷ്യർ അവരുടെ ജീവിതം ആരംഭിച്ചത് മുതൽ സഹജീവികളായ മൃഗങ്ങളുമായുള്ള ഒരു സമ്പർക്കം കണ്ടുവന്നിട്ടുണ്ട്. അവരുടെ മൃഗങ്ങളുമായുള്ള ആ ഒരു സമ്പർക്കം, ആ ബന്ധം, അത് ഒരു ജീവിതങ്ങളും ജീവിതാനുഭവങ്ങളുമായി ഒരു എഴുത്തുകാരിക്ക് കാണാൻ സാധിക്കുകയാണെങ്കിൽ, അതൊരു നോവലായി പരിണമിക്കുകയാണെങ്കിൽ, ആ ഒരു സർഗ പ്രക്രിയയിൽ സബീന വിജയിച്ചിരിക്കുന്നു എന്ന് പറയാം. കാരണം അതിമനോഹരമായ ഭാഷ, അതിമനോഹരമായ ശൈലി, ഇതെല്ലാമാണ് സബീനയുടെ എഴുത്തിൻ്റെ മുഖമുദ്രകൾ. വളരെ മനോഹരമായി കവിതയായാലും കഥകളായാലും, ഇപ്പോൾ അടുത്ത് ഒരു വളരെ കാലിക പ്രസക്തിയുള്ള വിഷയം പറഞ്ഞ ലാവൻഡർ ലേഡി എന്ന നോവലായാൽ പോലും നമുക്കറിയാം സബീനയുടെ എഴുത്തിൻ്റെ ഒരു ശക്തി എന്താണെന്ന്.
ഒരു പക്ഷേ പ്രവാസത്തിൽ നിന്നും ഉത്ഭവിച്ച അല്ലെങ്കിൽ ഉദയം കൊണ്ട ഒരു ശക്തയായ ഒരു എഴുത്തുകാരിയാണ് സബീന അംസാരി. അവർക്ക് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. ഈ സബീനയുടെ ലായത്തിലെ കുതിരകൾ, അക്ഷരകുതിരകൾ വായനാ ഹൃദയങ്ങളിലേക്ക് കുതിച്ചു പായട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇനിയും ഒരുപാട് ശക്തമായ രചനകൾ അവർക്ക് രചിക്കാനാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. അക്ഷരക്കൂട്ടം എന്ന ആ സാംസ്കാരിക സാഹിത്യ സംഘടനയോടൊപ്പം ചേർന്ന് നിൽക്കുന്ന പ്രിയപ്പെട്ട ഷാജി ഹനീഫിനെ ആശംസ അർപ്പിക്കാൻ വേണ്ടി ക്ഷണിച്ചു. വളരെ സന്തോഷമുണ്ട്. കാരണം 4 നൂറ്റാണ്ടായി കുതിര കൊണ്ട് അന്നമുണ്ണുന്ന ഒരാളാണ് ഞാൻ. ഖുറാനിലൊരു അധ്യായമുണ്ട്, ഒരു സൂറത്തുണ്ട്, പായുന്ന കുതിരകൾ എന്ന് പറഞ്ഞ് അലാദിയാത്ത്, കൊളുമ്പുകളിൽ നിന്ന് തീ പറത്തിക്കൊണ്ട് പായുന്ന കുതിരകളെ കുറിച്ച്. ഖുറാനിൽ മാത്രമല്ല, എല്ലാ മതഗ്രന്ഥങ്ങളിലും എല്ലാ ചരിത്രത്തിലും കുതിരയ്ക്കുള്ള പ്രാധാന്യം നമുക്ക് എല്ലാവർക്കും അറിയാം. എങ്കിലും ആദ്യമായാണ് സമ്പൂർണ്ണമായ ഒരു കുതിര നോവൽ മലയാളത്തിൽ ഇറങ്ങുന്നത് എന്നാണ് എൻ്റെ ഓർമ്മ. ഒരു ട്രാൻസ്ലേഷൻ, മറിയം ഷിനാസിയുടെ ഒരു ട്രാൻസ്ലേഷൻ കുതിരക്കാരൻ എന്ന് പറഞ്ഞൊരു പുസ്തകം 2-3 വർഷം മുമ്പ് ഇറങ്ങിയിട്ടായിരുന്നു. ആ ബുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത്. അപ്പോൾ വളരെ പ്രതീക്ഷയോട് കൂടെയാണ് ഈ പുസ്തകം ഞാൻ വാങ്ങിയിരിക്കുന്നത്. കാരണം കുതിരയെക്കുറിച്ച് ഇറങ്ങിയ ഈ പുസ്തകത്തിന് ഞാൻ സബീനയോട് പ്രത്യേകം നന്ദി പറയുകയാണ്. പിന്നെ ബിനോയ് സാർ, അങ്ങനെ മറ്റുള്ള എല്ലാ പ്രഗത്ഭ പതികളും നിറഞ്ഞ സ്റ്റേജാണ് ഇവിടെ. എനിക്ക് 2 വാക്ക് പറയാൻ അവസരം തന്ന വെള്ളിക്ക് പ്രത്യേകം നന്ദി. ഈ പുസ്തകത്തിനും സബീനാക്കും ഇനിയും ഒരുപാട് കുതിരകളെ കുറിച്ച് എഴുതാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. മത്ത് എന്ന കഥയിലൂടെ തന്നെ ഏറെ ശ്രദ്ധേയ എഴുത്തുകാരി ശ്രീമതി ഗീതാ മോഹൻ ക്ഷണിച്ചു. എല്ലാവർക്കും നമസ്കാരം. ബിനോയ് സാറിലുള്ള ഈ ഒരു വേദിയിൽ നിൽക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷം തോന്നുന്നു. ഈ സബീനയുടെ അവാർഡ് നോവൽ ലേഡി ലാവണ്ടർ തൃശ്ശൂർ സാഹിത്യ അക്കാദമിയിൽ നിന്ന് ബെന്യാമിൻ്റെ കയ്യിൽ നിന്ന് സബീനയ്ക്ക് വരാൻ പറ്റാത്തതുകൊണ്ട് ഞാനാണ് മേടിച്ചത്. അതിനുശേഷം എനിക്ക് അടിക്കടി സ്റ്റേജ് അങ്ങനെ പോയി ഞാനിപ്പോൾ ഒരു പുസ്തകം എഴുതി. ഇനിയിപ്പോൾ കുതിരയെ അഴിച്ചുവിടാൻ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ എൻ്റെ അവസ്ഥ അറിയില്ല. ആശംസകൾ. പ്രിയപ്പെട്ടവരെ, നേരത്തെ പറഞ്ഞ പോലെ ലാവണ്ടർ പൂക്കളുടെ സുഗന്ധം വായനക്കാരിലേക്ക് പരത്തിയ എഴുത്തുകാരിയാണ് സബീന. സൗദിയിൽ നിന്ന് ഉള്ള എഴുത്തുകാരെ എനിക്ക് പരിചയപ്പെടുത്തി തരുന്ന ഒരു കണ്ണിയാണ് സബീന. നമ്മുടെ ഈ പ്രവാസ ലോകത്തെ ഒരുപാട് സൗഹൃദങ്ങൾ പ്രത്യേകിച്ച് എനിക്ക് സൗദിയിൽ നിന്ന് നൽകിയിട്ടുള്ള ഒരു എഴുത്തുകാരിയാണ്. വായനക്കാരെ ആകർഷിക്കാനുള്ള ഒരു വലിയ കഴിവ് അവരുടെ എല്ലാ കൃതികൾക്കുണ്ട്. എനിക്ക് ഈ അവസരം തന്നതിനേറെ നന്ദി പറയുകയാണ്. ഒരുപാട് ഇനിയും എഴുതട്ടെ. ഞാൻ വായിക്കുന്നതായിരിക്കും. ഈ പുസ്തകവും ഞാൻ വായിക്കണം. സബീനയുടെ പുസ്തകത്തിന്റെ വായന എന്ന് പറയുന്നത് മാന്ത്രികമായ മാസ്മരികമായ ഒരു പ്രണയാനുഭൂതിയാണ് നമുക്ക് പലപ്പോഴും പകരുക. ലേഡി ലാവണ്ടറിൽ തന്നെ ലാവണ്ടർ സുഗന്ധം പരത്തുന്ന ഒരു വായനാനുഭവം നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ പുസ്തകവും അത്തരത്തിലുള്ള ഒരു വായനാനുഭവം തന്നെ നമുക്ക് ഉണ്ടാകും എന്ന് പറയുന്നു എന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു. ശ്രീമതി നിഖില സമീറിനെ ആശംസ അർപ്പിക്കാൻ വേണ്ടി ക്ഷണിച്ചു. സമീത നേരത്തെ അരമണിക്കൂർ മുന്നേ നടന്ന എൻ്റെ പുസ്തക പ്രകാശനത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, ജീവാത്മാവും പരമാത്മാവും എന്നൊക്കെ പറഞ്ഞിട്ട്. എഴുത്തിൻ്റെ വഴിയിൽ എനിക്ക് തുടക്കമായ ഒരു നീതിയുടെ നിയോഗം പോലെ വന്നു ചേർന്ന ജ്യേഷ്ഠ സഹോദരി, എഴുത്തുകാരി എന്നുള്ള നിലയിൽ ഒഴിച്ചു നിർത്തിയ ജ്യേഷ്ഠ സഹോദരി തന്നെ. അത് ഇവിടെ ഇരിക്കുന്ന 2 പേരും അങ്ങനെ തന്നെയാണ്. സാജിദമ്മ, ഞാൻ അങ്ങനെയാണ് വിളിക്കുന്നത്. പറഞ്ഞു വരാം, സമീന്തയെക്കുറിച്ച് പറഞ്ഞു വരാം. ഈ അടുത്ത് തന്നെ സമീന്തയുടെ ലേഡി ലാവണ്ടറിൻ്റെ ആസ്വാദനക്കുറിപ്പ് ഞാൻ എഴുതിയിരുന്നു. ആ ആസ്വാദനക്കുറിപ്പ് എഴുതിയതിൻ്റെ പേരിൽ മാത്രം എത്രയോ എഴുത്ത് സൗഹൃദങ്ങൾ എനിക്ക് വന്നു. കാരണം വ്യക്തിബന്ധം ഒഴിച്ചു നിർത്തി അക്ഷരത്തിനെ ഇരുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ സമീന്തയുടെ കാലങ്ങൾക്ക് ശേഷം ഞാനൊരു നോവൽ എടുത്ത് വായിച്ചിട്ട് ആ വായന കഴിഞ്ഞ ആ പുസ്തകം ഞാൻ താഴെ വെച്ചത് ശരിക്കും സൗഹൃദത്തിൻ്റെ പേരിലോ ആത്മബന്ധത്തിൻ്റെ പേരിലോ പറയുന്നതല്ല. ശരിക്കും ഞങ്ങളുടെയൊക്കെ സ്വകാര്യ അഹങ്കാരവും അഭിമാനവും തന്നെയാണ് സമീത. അതൊരു പ്രവാസ എഴുത്തൊന്നോ നാട്ടിലെ എഴുത്തൊന്നും തിരിച്ചു നിർത്താൻ കഴിയത്തില്ല. അങ്ങനെ ഒരു ബ്രേക്ക് തന്നെ ഈ പ്രവാസ ലോകത്തുള്ള മനുഷ്യർക്ക് തന്നിരിക്കുന്ന അത്ര നല്ലൊരു പ്രതിഭ തന്നെയാണെന്ന് അഭിമാനത്തോടെ പറയാൻ കഴിയും. ഇത്തടെ ഈ കുതിര ലായം ഇത് ഒരുപാട് കാലം മുന്നേ എന്നെ മോഹിപ്പിച്ചിട്ടുണ്ട്. മിക്കവാറും കുതിരയുടെ ഫോട്ടോയും വീഡിയോ ഒക്കെ ഇട്ട് മോഹിപ്പിക്കുന്ന ഒരു മനുഷ്യത്തെയാണ്. പക്ഷെ അത് ഇത്ര വലിയൊരു കർമ്മത്തിന് വേണ്ടി ഒളിച്ചു വെച്ചുള്ളൊരു പരിപാടിയാണെന്ന് മനസ്സിലായത് കുറച്ച് കാലത്തിന് മുന്നേ. ഏതായാലും കുതിച്ചു പായട്ടെ. ഇത് എഴുത്തിൻ്റെ ഈ ലോകം തടമുന്നിൽ ഇനിയും ഒരുപാട് വിശാലമായ കാര്യങ്ങളെ തുറന്നു വിട്ടേ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു നിഖില സമീർ. ആലുവ നിവാസികളുടെ സംഘടനയായ അരോമയുടെ അധ്യക്ഷൻ ശ്രീ സിദ്ദിഖ് അരോമയെ ആശംസ അർപ്പിക്കാൻ ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുമുള്ള പ്രിയ സുഹൃത്തുക്കളെ,
സബീന എം സാലി മലയാളികളുടെ, പ്രവാസികളുടെ, പ്രത്യേകിച്ച് ഞങ്ങളുടെ ആലുവക്കാരുടെ അഭിമാനമാണ്. ഈ മഹത്തായ ഈ പ്രസിദ്ധീകരണത്തിന് എല്ലാ ആശംസകളും നേരുന്നു, പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. ലായം എന്ന നോവലിന്റെ രചയിതാവ്, പ്രമുഖ കഥാകൃത്ത്, കവി ശ്രീമതി സബീന എം സാലിയുടെ വാക്കുകളിലേക്ക് കടക്കാം. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ടവരെ, വാസ്തവത്തിൽ ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ എനിക്ക് ഇന്ന് ഇവിടെ എത്തിച്ചേരാൻ കഴിയുമെന്ന് ഞാൻ കരുതിയതല്ല. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഒരേ ചിന്തയായിരുന്നു. ഇവിടെ ഈ ചടങ്ങിൽ പുസ്തകം പ്രകാശിതം പോവുകയാണ്. ലായത്തിലെ കുതിരകളെ ആര് തുറന്നുവിടും, അല്ലെങ്കിൽ ആ കുതിരകളെ ആര് പിടിച്ചു കെട്ടും എന്നുള്ള ഒരു ചിന്ത മനസ്സിലൂടെ ഇങ്ങനെ കടന്നു പോകുന്നു. നിരന്തരമായിട്ട് ആ കുളമ്പടികൾ ചങ്കിനുള്ളിൽ പ്രതിധ്വനിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കുറച്ച് കാലഘട്ടമാണ് കഴിഞ്ഞു പോയത്. ചങ്കിനുള്ളിലെ ആ കുളമ്പടി പതിയെ പതിയെ മസ്തിഷ്കത്തിലേക്കും കടന്ന് അവസാനം രക്തസമ്മർദ്ദം കൂടി കഴിഞ്ഞ ദിവസം എനിക്ക് ദേഹാസ്വാസ്ഥ്യം ഉണ്ടാവുകയും ആശുപത്രിയിലാവുകയും ഒക്കെ ചെയ്തായിരുന്നു 2 ദിവസം മുമ്പ്. അപ്പോൾ കരുതിയിരുന്നത് ഈ പരിപാടിക്ക് എത്താൻ പറ്റില്ല, ആരെങ്കിലും കുതിരയെ തുറന്നു വിടും, ആരെങ്കിലും പിടിച്ചു കെട്ടും എന്നൊക്കെ കരുതിയിരുന്നു. പക്ഷേ എന്തോ ദൈവസഹായത്താൽ അത് തരണം ചെയ്ത് എനിക്കിവിടെ എത്താൻ സാധിച്ചു, ഇതിൽ പങ്കെടുക്കാൻ സാധിച്ചു. ആദ്യം തന്നെ ഈ പുസ്തകം ഇവിടെ പ്രകാശനം ചെയ്ത എൻ്റെ പ്രിയപ്പെട്ട സഖാവ് ബിനോയ് വിശ്വത്തിന് ഞാൻ നന്ദി അറിയിക്കുന്നു. കൂടാതെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പിത്ത സൈദാത്ത ഏറ്റുവാങ്ങി പുസ്തക പരിചയം വളരെ ഭംഗിയായി നടത്തിയ ദീപ ടീച്ചർ, അവതരണം നമുക്കറിയാം, വെള്ളിയോടൻ്റെ അവതരണം പ്രേക്ഷകരുടെ, അനുവാചകരുടെ ഒക്കെ ഹൃദയങ്ങളെ കീഴടക്കാനുള്ള ഒരു കഴിവ് വെള്ളിയോടന് എന്നും ഉണ്ട്. ആ ഒരു സർഗ ശേഷി ഇവിടെയും പ്രകടിപ്പിച്ചു. ആശംസകൾ അറിയിച്ച എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തുക്കളായ പ്രവീൺ, ഷാജി, എല്ലാവരോടും, സിദ്ദീഖ്, എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. ഗീതേച്ചിയോടും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. നിഖിലയോട് അറിയിക്കുന്നു. 2017 ഈ നോവലിലെ കേന്ദ്ര കഥാപാത്രമായ രാജു എന്ന ആളെ ഞാൻ പരിചയപ്പെടുന്നത്. സൗദി അറേബ്യയിലെ തുമാമ എന്ന സ്ഥലത്ത് കിങ് അബ്ദുൽ അസീസ് റേസ് കോർട്ടിൽ ആദ്യമായിട്ട് നാട്ടിൽ നിന്ന് ഓഫീസ് അസിസ്റ്റൻ്റായിട്ട് ജോലി ആയിട്ട് നാട്ടിൽ നിന്ന് വന്ന ആള് പക്ഷേ ആകേണ്ട ഗതികേടാണ് വന്നത്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെയുള്ള കഷ്ടപ്പാടുകളും ഒക്കെയാണ് ഞാൻ ഈ നോവലിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. പക്ഷെ ഒരാളുടെ ജീവിതം അതേപടി പകർത്തിവെക്കുക എന്ന് പറയുന്നത് ഒരു സർഗപ്രക്രിയ അല്ല എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ട് തന്നെ ഇതിനെ ഞാൻ ഭാവനയുടെ ഒരു പുതപ്പ് കൊണ്ട് മൂടിയിട്ടാണ് ഒരു നോവൽ രൂപേണ അവതരിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ നോവൽ ഒരിക്കലും ഒരു ജീവചരിത്രം ആണെന്ന് അവകാശപ്പെടാൻ ഒരിക്കലും പറ്റില്ല. ഒരിക്കലും രാജുവിൻ്റെ ജീവചരിത്രമല്ല ഞാൻ എഴുതിയിരിക്കുന്നത്. അതിനെ ഒരു ഫിക്ഷണൽ രൂപത്തിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടാണ് നോവൽ രൂപേണ അത് അവതരിപ്പിച്ചിരിക്കുന്നത്. ഏതായാലും അതിനകത്ത് കഥാപാത്രങ്ങളായി ഒരുപാട് കുതിരകൾ, വ്യത്യസ്തങ്ങളായ കുതിരകൾ കടന്നു വരുന്നുണ്ട്. അവയുടെ സ്വഭാവവിശേഷതകളും എല്ലാം പ്രതിപാദിച്ചിട്ടുണ്ട്. വായനക്കാർക്ക് അത് ആസ്വദിക്കാൻ ഏതായാലും കഴിയും എന്ന് ഉറപ്പ് ഞാൻ തരുന്നു. എല്ലാവരും പുസ്തകം വായിക്കണം, അഭിപ്രായം പറയണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട്